നമസ്കാരം. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെ ചൊല്ലി ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോര് പുതിയ യുദ്ധമുഖത്തേക്ക്. UDF സർക്കാർ പുറത്തുവിട്ട ധവളപത്രത്തെ പ്രതിരോധിക്കാൻ സഭയ്ക്കകത്തും പുറത്തും കമിഴ്ന്നു വീണ് നാണം കെട്ട LDF ഒടുവിൽ കടുത്ത പ്രതിരോധവുമായി രംഗത്തിറങ്ങുകയാണ്. ധവളപത്രം അവതരിപ്പിച്ചുകൊണ്ട് സഭയിൽ തീപ്പൊരി പ്രസംഗവുമായി കളം നിറഞ്ഞ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നീക്കങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ പതറിയ ഇടതുപക്ഷം വലിഞ്ഞു മുറുകിയ നാണക്കേടിന്റെ ക്ഷീണം തീർക്കാൻ ബദൽ ധവളപത്രം ഇറക്കാനുള്ള അടിയന്തര നീക്കത്തിലാണ്. സംസ്ഥാനത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിനെ പൂർണ്ണമായും തകർത്തു തരിപ്പണമാക്കിയത് കഴിഞ്ഞ ഇടതുഭരണമാണെന്ന് അക്കമിട്ട് നിരത്തിയാണ് UDF സർക്കാർ സഭയിൽ ധവളപത്രം വെച്ചത്. ധവളപത്രത്തിന്മേൽ നടന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ കടന്നാക്രമണം പ്രതിപക്ഷ ബെഞ്ചുകളെ വെട്ടിലാക്കി. സഭയ്ക്കുള്ളിൽ LDFന് കാര്യങ്ങൾ അമ്പേപ്പാളി അവസ്ഥയുണ്ടായി. കൃത്യമായ കണക്കുകളും മുൻ സർക്കാരിന്റെ ധൂർത്തും ചൂണ്ടിക്കാട്ടിയുള്ള സതീശന്റെ തീപ്പൊരി പ്രസംഗത്തെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ നേതാക്കൾക്കോ മുൻ ധനമന്ത്രിക്കോ കഴിഞ്ഞില്ല. സഭയ്ക്കകത്ത് മാത്രമല്ല പുറത്തും മാധ്യമങ്ങൾക്ക് മുന്നിൽ UDFന്റെ ധവളപത്ര രാഷ്ട്രീയത്തെ നേരിടാൻ കഴിയാതെ പോയത് LDF കേന്ദ്രങ്ങളിൽ വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത്. ഇതോടെയാണ് രാഷ്ട്രീയമായി നേരിടാൻ ബദൽ ധവളപത്രം എന്ന തന്ത്രത്തിലേക്ക് പോകാൻ AKG സെന്റർ തീരുമാനിച്ചത്. UDF കൊണ്ടുവന്ന ധവളപത്രം രാഷ്ട്രീയ പ്രേരിതമാണെന്നും കേരളത്തിന്റെ യഥാർത്ഥ വികസന വളർച്ചയത് മറച്ചുവെക്കുകയാണെന്നുമാണ് LDFന്റെ പുതിയ വാദം. കേരളം കടക്കെണിയിലാണെന്ന പ്രചരണം കള്ളമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കടുത്ത കണക്കുകളുമായിട്ടായിരിക്കും LDF വരിക. ഇതിനായി മുൻ ധനമന്ത്രിമാരായ തോമസ് ഐസക്കും KN ബാലഗോപാലും ഒന്നിച്ച് ബദൽ ധവളപത്രത്തിന്റെ പണിപ്പുരയിലേക്ക് കടന്നു കഴിഞ്ഞു. തങ്ങളുടെ ഭരണകാലത്ത് സംസ്ഥാനത്തിനുണ്ടായ ആഭ്യന്തര ഉൽപാദന വളർച്ചയും നികുതി പിരിവിലെ നേട്ടങ്ങളും ഉയർത്തിക്കാട്ടാനാണ് ഇവരുടെ ശ്രമം. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധമാണ് സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയതെന്നും അതല്ലാതെ തങ്ങളുടെ ഭരണപരാജയമല്ലെന്നും ബദൽ രേഖയിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇടതുപക്ഷം പദ്ധതിയിടുന്നത്. UDF സർക്കാരിന്റെ ധവളപത്രത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചതോടെ അതിനെ തകർക്കേണ്ടത് LDFന്റെ നിലനിൽപ്പിന്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഐസക്കും ബാലഗോപാലും ചേർന്ന് തയ്യാറാക്കുന്ന ബദൽ ധവളപത്രം പുറത്തിറക്കി സംസ്ഥാന വ്യാപകമായി വൻ പ്രചരണ പരിപാടികൾ നടത്താനാണ് പാർട്ടി തീരുമാനം. എന്നാൽ മുഖ്യമന്ത്രി സതീശൻ സഭയിൽ ഉയർത്തിയ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്ക് ഈ ബദൽ രേഖയിൽ കൃത്യമായ മറുപടി ഉണ്ടാകുമോ അതോ ഇത് വെറും രാഷ്ട്രീയ സ്റ്റണ്ട് മാത്രമായി ഒതുങ്ങുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ധവളപത്രം ഈ ആഴ്ച പ്രസിദ്ധീകരിച്ചേക്കും. കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ സാമ്പത്തിക പരിപാലനത്തിനും ജനക്ഷേമ നടപടികൾക്കും സ്വീകരിച്ച നയവും അതിനനുസരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളും വിശദീകരിക്കുന്ന രേഖയാണ് ഇതിനായി ഒരുങ്ങുന്നത്. ഇത് LDFൽ ചർച്ച ചെയ്ത് മുന്നണിയുടെ ബദൽ ധവളപത്രമായി പുറത്തിറക്കാനാണ് തീരുമാനം. 10 വർഷം കൊണ്ട് സംസ്ഥാന വരുമാനത്തിലുണ്ടായ വർധനവ് സർക്കാരിന്റെ ധവളപത്രം മറച്ചുവെച്ചതായാണ് പാർട്ടിയുടെ പ്രധാന ആരോപണം. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം ചെലവിട്ടതിനെ സാമ്പത്തിക മാനേജ്മെന്റ് പിടിപ്പുകേടായും ചിത്രീകരിക്കുന്നു. ഇത് സംബന്ധിച്ച വസ്തുതകളും വിശദീകരണവും രേഖയിലുണ്ടാകും. ആഭ്യന്തര ഉൽപ്പാദനം വളരുന്ന തോതിൽ കടം വളരുന്നില്ല. ഏത് സർക്കാരിന്റെ അവസാന കാലത്തും പൊതുകടം ഇരട്ടിയാകാറുണ്ട്. കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടുതൽ കടം അനുവദിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷം കടം ഇരട്ടിയായില്ല. 62% മാത്രമാണ് കടത്തിന്റെ വളർച്ച. ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 33% താഴെയാണ് കടം. കിഫ്ബി കടം കണക്കാക്കാതെയാണിത്. ക്ഷേമ പെൻഷൻ വിതരണം, പൊതുമേഖലാ സംരക്ഷണം എന്നിവയിലൊക്കെ മുൻ UDF സർക്കാരുമായുള്ള താരതമ്യവും ഇതിലുണ്ടാകും.